ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മെഡിക്കൽ കോഡിങ്ങിൻ്റെ വളർച്ചയും അവസരങ്ങളും. ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത് നമ്പർ 1 മെഡിക്കൽ കോഡിംഗ് അക്കാഡമി തോട്ട്ഫ്ലോസ്. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ്. ഹായ് തോട്ട്ഫ്ലോസ്, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട്. ഒന്ന് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായും. നിങ്ങളുടെ സംശയങ്ങൾ എന്താണ്? യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ കോഡിംഗ് എന്താണ്? ഈ മെഡിക്കൽ കോഡേഴ്സ് എന്താണ് ചെയ്യുന്നത്? പിന്നെ ഏതൊക്കെ കമ്പനിയാണ് ഈ ജോബ് ഓഫർ ചെയ്യുന്നത്? അതിൻ്റെ സാലറി പാക്കേജ് എന്തായിരിക്കും? ഷ്യൂർ, ഈ സെഷന് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞാൻ വ്യക്തമാക്കും. നന്നായി. എനിക്ക് റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഓക്കെ. RCM എന്നത് മറ്റൊന്നുമല്ല, ഹെൽത്ത് കെയർ മാനേജ്മെൻ്റ് ആണ്. അതിൽ അസുഖമോ കഠിനമായ പരിക്കോ അനുഭവിക്കുന്നവരാണ് പേഷ്യൻ്റ്. അടുത്തത് പ്രൊവൈഡർ. അവർ മറ്റാരുമല്ല, രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. പിന്നെ രോഗിക്ക് വേണ്ടി ഇൻഷുറൻസ് പരിരക്ഷിക്കുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് പെയർ. ഒരു രോഗി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവർ ആശുപത്രിക്ക് ഇൻഷുറൻസ് ഡീറ്റെയിൽസ് നൽകും. തിരിച്ച് ഡോക്ടർ രോഗികൾക്ക് ചികിത്സ നൽകുകയും എല്ലാ ക്ലയൻസുകളുടെ ഡീറ്റെയിൽസ് ഇൻഷുറൻസ് കമ്പനിക്ക് സമർപ്പിക്കുകയും ചെയ്യും. പിന്നെ ഇൻഷുറൻസ് കമ്പനി രോഗിയുടെ എല്ലാ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് പരിശോധിക്കുകയും പേയ്മെൻറ്റ് ഡോക്ടറിലേക്ക് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻഷുറൻസ് കമ്പനി ഡോക്ടർക്ക് പണമടയ്ക്കുന്നതിന് ദിവസേന ആയിരക്കണക്കിന് ഹെൽത്ത് കെയർ ഡോക്യുമെൻറ്റ്സ് വായിക്കാൻ കഴിയാത്തതിനാൽ മെഡിക്കൽ കോഡേഴ്സ് RCMലെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എനിക്കിപ്പോൾ RCMനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. ഒന്ന് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് വിശദമായി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഹെൽത്ത് കെയർ ഡയഗ്നോസിസ്, പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ സർവീസസ്, പിന്നെ സപ്ലൈസ് എന്നിവ യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫ ന്യൂമറിക് കോഡായി പരിവർത്തനം ചെയ്യുന്നതാണ് മെഡിക്കൽ കോഡിംഗ്. കോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 പുസ്തകങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ പുസ്തകം ICD എന്ന് വച്ചാൽ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഈ പുസ്തകം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് പ്രസിദ്ധീകരിച്ചത്. നമ്മൾ ഈ പുസ്തകം ഡയഗ്നോസിസ് കോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത പുസ്തകം CPT കറന്റ് പ്രൊസീജറൽ ടെർമിനോളജി. ഈ പുസ്തകം AMA അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ആണ് പ്രസിദ്ധീകരിച്ചത്. നമ്മൾ ഈ പുസ്തകം പ്രൊസീജറൽ കോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അവസാനത്തെ പുസ്തകം HIPICS ഹെൽത്ത് കെയർ കോമൺ പ്രൊസീജറൽ കോഡിംഗ് സിസ്റ്റം. ഈ പുസ്തകം CMS സെന്റേഴ്സ് ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കേഡ് സർവീസസ് ആണ് പ്രസിദ്ധീകരിച്ചത്. നമ്മൾ ഈ പുസ്തകം സർവീസസ് കോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. എന്ന് വച്ചാൽ ഈ പുസ്തകങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഹെൽത്ത് കെയർ റെക്കോർഡ്സിനെ കോഡുകളാക്കി മാറ്റുകയാണല്ലോ, അല്ലേ? അതെ. ഓ സൂപ്പർ. ഇപ്പോൾ ഈ ഡയഗ്നോസിസ്, പ്രൊസീജർ, പിന്നെ സപ്ലൈസ് എന്നിവയെക്കുറിച്ച് ഒന്ന് വിശദമായി ഒന്ന് വിവരിക്കാമോ? ഷ്യൂർ. ഡയഗ്നോസിസ് എന്ന് വച്ചാൽ പനി, നെഞ്ചുവേദന, വയറുവേദന അല്ലെങ്കിൽ പരിക്കുകൾ പോലുള്ള രോഗങ്ങളാണ്. ഉദാഹരണത്തിന് രോഗിക്ക് വയറുവേദന ഉണ്ടെങ്കിൽ നമ്മൾ R10.9 കോഡ് നൽകണം. ഈ കോഡ് ICD പുസ്തകത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. ഈ ബുക്കിൽ 70,000-ലധികം കോഡുകളുണ്ട്. അടുത്തത് പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ രോഗിക്ക് അപ്പൻഡക്ടോമിയായ അനുബന്ധ നീക്കം ചെയ്യുന്നത് പോലുള്ള സർജറി ഡോക്ടർ ചെയ്താൽ CPT ബുക്കിൽ നിന്നും 44950 എന്ന കോഡ് നൽകണം. ഈ പുസ്തകത്തിൽ 10,000-ലധികം പ്രൊസീജിയർ കോഡുകൾ ഉണ്ട്. അടുത്തത് സപ്ലൈസ്. അത് സ്ട്രെച്ചേഴ്സ്, വീൽ ചെയർ, പിന്നെ ആംബുലൻസിന് പോലും ഒരു കോഡുണ്ട്, A0021 ആംബുലൻസ് ഫോർ മൈൽ. ഈ കോഡ് HIPICS ബുക്കിൽ നിന്നും ലഭിക്കും. ഓസം. ഇപ്പോൾ എനിക്ക് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് വ്യക്തമായ ധാരണ ലഭിച്ചു. എന്തെങ്കിലും സാമ്പിൾ ഡോക്യുമെന്റേഷൻ ഉപയോഗിച്ച് ഒന്ന് വിശദീകരിക്കാമോ? യെസ്.
മെഡിക്കൽ കോഡേഴ്സ് രോഗിയുടെ മെഡിക്കൽ രേഖകൾ അവലോകനം ചെയ്യുകയും എല്ലാ ഡിസീസസ്, പ്രൊസീജിയേഴ്സ്, പിന്നെ സപ്ലൈസ് ആൽഫ ന്യൂമറിക് കോഡാക്കി മാറ്റുകയും ചെയ്യും. ഉദാഹരണത്തിന് ഒരു മെഡിക്കൽ റെക്കോർഡ് എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാനിപ്പോൾ കാണിക്കാം. ഇതൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ റെക്കോർഡാണ്. ഇവിടെ രോഗി വയറുവേദനയുമായി ആശുപത്രിയിലെത്തി. തൻ്റെ വേദന കഠിനമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. തുടർന്ന് ഡോക്ടർ ശാരീരിക പരിശോധന നടത്തി അവിടെ അപ്പൻഡിസൈറ്റിസ് എന്ന് നിർണ്ണയിക്കുന്നു. അങ്ങനെ അനുബന്ധ നീക്കം ചെയ്യാൻ ഒരു സർജറി നടത്തി. ഇവിടെ നാം ഡിസീസസ് പിന്നെ പ്രൊസീജിയേഴ്സ് കോഡാക്കി കൺവേർട്ട് ചെയ്യണം. ഒന്നാമതായി രോഗിയെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നാം CPT ബുക്കിൽ നിന്ന് 99285 കോഡ് നൽകണം. കൂടാതെ പ്രൊസീജിയർ അപ്പൻഡക്ടോമി 44950 കോഡ് അതേ CPT ബുക്കിൽ നിന്ന് തന്നെ നൽകേണ്ടതാണ്. അപ്പൻഡിസൈറ്റിസ് ഡിസീസിനായി ICD ബുക്കിൽ നിന്ന് K35.80 കോഡ് നൽകുക. മൂല്യനിർണ്ണയ സർജറി രോഗിക്ക് അതേ ഡോക്ടർ തന്നെ നടത്തിയാൽ മോഡിഫയർ 25 നൽകുക. മോഡിഫയറിനെ കുറിച്ച് വരാനായിരിക്കുന്ന വീഡിയോ നാം നോക്കാം. വളരെ വ്യക്തമായി വിശദീകരിച്ച് തന്നതിന് നന്ദി. മെഡിക്കൽ കോഡിങ്ങിൽ എത്ര ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു തരാം. ആദ്യം ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് നോക്കാം. അവിടെ ഔട്ട് പേഷ്യൻറ്റ്, ഇൻപേഷ്യൻറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, റേഡിയോളജി, പാത്തോളജി തുടങ്ങിയവ ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോഡേഴ്സ് അവർ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് അനുസരിച്ച് ഔട്ട് പേഷ്യൻറ്റ് കോഡേഴ്സ്, ഇൻപേഷ്യൻറ്റ് കോഡേഴ്സ്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കോഡേഴ്സ്, സർജറി കോഡേഴ്സ് എന്നിങ്ങനെ നിയമിക്കും. ഓ ഗുഡ്. ഇതിലെ വളർച്ച, അവസരങ്ങൾ, പിന്നെ ശമ്പളം എന്നിവയെല്ലാം കുറിച്ച് അറിയാൻ പറ്റുമോ? 2020 22% കണക്കാക്കപ്പെടുന്ന വളർച്ചാ നിരക്ക് ഈ മേഖലയിൽ 1,00,000-ലധികം പുതിയ ജോലികൾ ഉണ്ടാകും. ഇനി ശമ്പളത്തിലേക്ക് വന്നാൽ ശരാശരി $33,716 ആണ് പ്രതിവർഷ ശമ്പളം. പിന്നെ പരമാവധി നിങ്ങൾക്ക് 49,000 ലഭിക്കും. തുടർന്ന് ഇന്ത്യയിൽ മെഡിക്കൽ കോഡിങ്ങിലെ നിങ്ങളുടെ കരിയർ ട്രെയിനിങ് മെഡിക്കൽ കോഡറായി 13,500 INR ശമ്പളത്തോടെ ആരംഭിക്കും. തുടർന്ന് നിങ്ങൾ ഒരു മെഡിക്കൽ കോഡറായി സ്ഥാനക്കയറ്റം നൽകുമ്പോൾ നിങ്ങളുടെ ശമ്പളം 16,000 INR ആയിരിക്കും. അതുപോലെ തന്നെ ഹൈറാർക്കി അനുസരിച്ച് സീനിയർ മെഡിക്കൽ കോഡർ, ക്വാളിറ്റി അനലിസ്റ്റ്, പ്രോസസ് കോച്ച്, ടീം ലീഡ് ആകുമ്പോൾ നിങ്ങൾക്ക് 1,00,000-ൽ കൂടുതൽ സമ്പാദിക്കാൻ കഴിയും. പക്ഷേ ഇത് നിങ്ങളുടെ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ കോഡേഴ്സ് എവിടെ പ്രവർത്തിക്കും? മെഡിക്കൽ കോഡേഴ്സ് ഹോസ്പിറ്റൽസ്, കമ്പനീസ്, പിന്നെ വീട്ടിൽ നിന്നും പ്രവർത്തിക്കും. മെഡിക്കൽ കോഡിംഗ് ജോലികൾ ആഗോളതലത്തിൽ ലഭ്യമാണോ? അതെ, ഒരു മെഡിക്കൽ കോഡറായി നിങ്ങൾക്ക് ഇന്ത്യ പോലെ തന്നെ USA, UAE, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, കാനഡ, ജർമ്മനി എന്നിവ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയും. ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ തന്നെ ചെന്നൈ, കോയമ്പത്തൂർ, സേലം, വെല്ലൂർ, മധുരൈ, തിരുച്ചി, നാഗർകോയിൽ പോലുള്ള ജില്ലകളിൽ മെഡിക്കൽ കോഡിംഗ് കമ്പനീസ് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ട്രിവാൻഡ്രം, കൊച്ചിൻ ആൻഡ് കാലിക്കറ്റ്, പിന്നെ ആന്ധ്രയിൽ തിരുപ്പതി, വിജയവാഡ ആൻഡ് വൈസാഗ്, പിന്നെ കർണാടക വന്നാൽ ബംഗളൂർ ആൻഡ് മൈസൂർ, തെലങ്കാനയിൽ ഹൈദരാബാദ് ആൻഡ് കരീംനഗർ. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ മുംബൈ, പൂനെ, അഹമ്മദാബാദ്, ഡൽഹി, കൊൽക്കത്ത, ഔറംഗാബാദ് ആൻഡ് ഫരീദാബാദ്. വാവ്. സോ എനിക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്ന കമ്പനികൾ എന്തൊക്കെയാണ്? പിന്നെ അവർ നൽകുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലും വിദേശത്തും മെഡിക്കൽ കോഡിംഗ് ജോലികൾ വാഗ്ദാനം ചെയ്യുന്ന നിരവധി മൾട്ടിനാഷണൽ കമ്പനീസ് പിന്നെ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഉദാഹരണത്തിന് കോഗ്നിസൻറ്റ്, ആക്സിസ് ഹെൽത്ത് കെയർ, ഒമേഗ ഹെൽത്ത് കെയർ, ലോജിക്സ്, നാവിഗൻറ്റ്, ഗിബ്സ്, ടെക്നോസോഫ്റ്റ്, എൻറ്റിറ്റി ഡേറ്റ പോലുള്ള കമ്പനീസ് മാത്രമല്ല മെഡിക്കൽ കോഡിംഗ് ജോലികൾ നൽകുന്നത്. നിരവധി കമ്പനീസ് ഉണ്ട്. പിന്നെ ബെനിഫിറ്റ്സിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വെറും 5 ദിവസത്തെ ജോലിയാണ്. പിന്നെ കമ്പനീസ് അടിസ്ഥാനമാക്കി
ക്യാബും ഫുഡ് ഫെസിലിറ്റീസും ലഭിക്കും. പിന്നെ PF ESI ആനുകൂല്യങ്ങളും 8 മണിക്കൂർ ജോലിയും ആയിരിക്കും. നിങ്ങൾ വീക്കെൻഡ്സിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവർ ടൈം ബെനിഫിറ്റ്സും ലഭിക്കും. സൂപ്പർ, സൗണ്ട്സ് ഗ്രേറ്റ്. ആർക്കാണ് യോഗ്യതയെന്ന് പറയാമോ? യഥാർത്ഥത്തിൽ ഞാൻ ലൈഫ് സയൻസ് ആണ്. പിന്നെ മെഡിക്കൽ കോഡിങ്ങിൽ താല്പര്യമുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ നോൺ ലൈഫ് സയൻസ് ആണ്. അവർ യോഗ്യരാണോ? തീർച്ചയായും ലൈഫ് സയൻസ് ഗ്രാജുവേറ്റ്സ് ഈ കോഴ്സ് പഠിക്കാൻ ഏറ്റവും അർഹതയുണ്ട്. വളരെയധികം താല്പര്യമുള്ള നോൺ ലൈഫ് സയൻസ് ഗ്രാജുവേറ്റ്സ് ഈ കോഴ്സ് പഠിക്കാം. കൂടാതെ മെഡിക്കൽ കോഡിങ്ങിൽ ചില സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത് 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടത്തുന്നത്. AAPC അമേരിക്കൻ അക്കാഡമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ്. അവർ CPC CIC COC CPMA പോലുള്ള സർട്ടിഫിക്കേഷൻ പരീക്ഷകളാണ് നടത്തുന്നത്. അതുപോലെ തന്നെ അഹിമ അമേരിക്കൻ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ. ഇവർ CCS CCSP RHIT പോലുള്ള സർട്ടിഫിക്കേഷൻ പരീക്ഷകളാണ് നടത്തുന്നത്. ഒരു ഫ്രഷർ എന്ന നിലയിൽ എനിക്ക് സർട്ടിഫിക്കേഷൻ ചെയ്യാൻ കഴിയുമോ? യെസ്, തീർച്ചയായും കഴിയും. ഒരു സർട്ടിഫൈഡ് ഫ്രഷർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കോഡേഴ്സിന് ഒരു നോൺ സർട്ടിഫൈഡ് കോഡറേക്കാൾ 30% കൂടുതൽ ശമ്പളം ലഭിക്കും. പിന്നെ ഈ മെഡിക്കൽ കോഡിങ്ങിലേക്ക് ഞാൻ പ്രവേശിക്കാൻ എനിക്ക് എന്ത് നോളജാണ് വേണ്ടത്? അനാറ്റമി, ഫിസിയോളജി, പാത്തോളജി, മെഡിക്കൽ ടെർമിനോളജി, CPT, ICD, ഹിപ്പിക്സ്, RCMനെ കുറിച്ച് നിങ്ങൾക്ക് ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ബേസിക് ടൈപ്പിംഗ് സ്കിൽസും ഉണ്ടായിരിക്കണം. ഈ മെഡിക്കൽ കോഡിംഗ് ഞാൻ എങ്ങനെ പഠിക്കും? നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. മെഡിക്കൽ കോഡിങ്ങിലെ തോട്ട്ഫ്ലോൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. തോട്ട്ഫ്ലോസ് യുണിക് ഇന്നോവേറ്റീവ് ട്രെയിനിങ് ആണ് നൽകുന്നത്. ഇവിടെ മോസ്റ്റ് എക്സ്പീരിയൻസ് ട്രെയിനേഴ്സാണ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. പിന്നെ ആദ്യത്തെ കോഡിംഗ് ജോലി നേടുന്നതിനായി ഞങ്ങൾ 1-ലധികം പരീക്ഷകളും ഇൻ്റർവ്യൂസും നൽകും. കൂടാതെ മിക്ക MNCയുമായും ഞങ്ങൾ ബന്ധം പുലർത്തുന്നു. ജോബ് പ്ലേസ്മെൻറ്റ്സ് വളരെ എളുപ്പത്തിൽ ലഭിക്കും. ഇവിടെ ട്രെയിനിങ് നേടുന്ന ട്രെയിനികൾ കോഡിംഗ് സോഫ്റ്റ്വെയറുമായി പരിചയസമ്പന്നരായിരിക്കും. കൂടാതെ ഞങ്ങൾ പ്രസൻറ്റേഷൻസും ഡെമോ ചാർട്ടുകളും ക്ലാസ്സിൽ നൽകും. പിന്നെ ബാച്ചിൻ്റെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. കൂടാതെ ഓൺലൈൻ ക്ലാസ്സസ് ലഭിക്കുന്നതാണ്. ഒപ്പം LMS ആക്സസും ലഭിക്കും. നിങ്ങളുടെ അക്കാഡമിയുമായി ഞാൻ എങ്ങനെ ബന്ധപ്പെടും? നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇമെയിലിൽ ബന്ധപ്പെടുക. യൂട്യൂബ് ചാനലിൽ ഞങ്ങളെ പിന്തുടരുക. നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നന്ദി. എൻ്റെ സംശയമെല്ലാം വ്യക്തമാക്കിയ നിങ്ങളുടെ ക്ഷമയെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും വ്യക്തമാക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു മെഡിക്കൽ കോഡറായി നിങ്ങളുടെ കരിയർ ആരംഭിക്കുന്നതിന് ഞങ്ങളുമായി കൈകോർക്കുക. മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചും നിങ്ങൾക്കേവർക്കും ഈ വീഡിയോയിലൂടെ ഒരു ധാരണ ലഭിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. പിന്നെ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching our video.